ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എൽഎൻതി. ഇന്ന് പാർട്ട് 7 റിവിഷൻ ആണ് ചെയ്യുന്നത്. സർക്കിൾസ്, അതായത് വൃത്തങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ എ ഡി ഈക്വൽ 10 സെന്റിമീറ്റർ, ബി ഡി ഈക്വൽ 6 സെന്റിമീറ്റർ, സി ഡി ഈക്വൽ 2 സെന്റിമീറ്റർ, ഫൈൻഡ് പി ക്യു. അപ്പോൾ തന്നിരിക്കുന്ന അളവൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സെമി സർക്കിൾ ഉണ്ട്, ഓരോന്നും ഇത് എടുത്ത് ചെയ്ത് നോക്കാം. എ ഇത് വലുതാണ് എടുത്തിരിക്കുന്നത്. ദിസ് ഈസ് പെർപെൻഡിക്കുലർ സി ക്യൂ. അപ്പൊ ഇവിടെ എ സി എത്രയാണ്? മൊത്തം 10. ഇവിടെ 4 2 6 പോയി കഴിഞ്ഞാൽ എ ബി എത്ര? 4. അപ്പൊ എ സി എത്ര? 8. ബി സി ബി അല്ല, ഇവിടെ ഡി ആണ്. സി ഡി എത്ര? 2. അപ്പൊ നമുക്കിവിടെ റിലേഷൻ എഴുതാം. എ സി ഇൻറ്റു സി ഡി ഈക്വൽസ് സി ക്യൂ സ്ക്വയർ. എ സി ഇൻറ്റു സി ഡി ഈക്വൽസ് സി ക്യൂ സ്ക്വയർ. എ സി 8. 8 ഇൻറ്റു 2 സമം സി ക്യൂ സ്ക്വയർ. Therefore സി ക്യൂ ഈക്വൽസ് റൂട്ട് ഓഫ് 16 ഈക്വൽസ് 4 സെന്റിമീറ്റർ. സി ക്യൂവിന്റെ നീളം കിട്ടി, 4 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി അടുത്ത സെമി സർക്കിൾ എടുക്കുക. ചെറിയ സെമി സർക്കിൾ. ഇവിടെ ബി, ഇവിടെ ഡി, എന്താണ് സി പി. ബി സി എത്ര? 4. സി ഡി എത്ര? 2. അപ്പൊ ഇവിടെ നമുക്ക് റിലേഷൻ എഴുതാം. എന്താണ്? ബി സി ഇൻറ്റു സി ഡി ഈക്വൽസ് സി പി സ്ക്വയർ. 4 ഇൻറ്റു 2 ഈക്വൽസ് സി പി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ സി പി എത്ര? സി പി ഈക്വൽസ് റൂട്ട് ഓഫ് 8. 4 2 8, റൂട്ട് ഓഫ് 8. പിന്നെ 2 റൂട്ട് 2 എന്ന് പറയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? പി ക്യു. പി ക്യു എന്ന് പറയുന്നത് സി ക്യൂവിൽ നിന്ന് സി പി കുറച്ചാൽ മതി, അല്ലേ? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ എഴുതാം. പി ക്യു ഈക്വൽസ് സി ക്യു മൈനസ് എന്താണ്? സി പി. സി ക്യു എത്ര? 4. 4 മൈനസ് 2 റൂട്ട് 2. ഇങ്ങനെ തന്നെ ഇട്ടിരിക്കാം. അല്ലെങ്കിൽ റൂട്ട് 2ന്റെ വാല്യൂ കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് ചെറിയ രൂപത്തിൽ ആക്കണം. ഓക്കെ, ദിസ് മച്ച് സെന്റിമീറ്റർ. രണ്ടാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. എന്താണ്? ക്വാഡ്രിലാറ്ററിന് 4 പോയിന്റ്സും സർക്കിളില് ലൈ ചെയ്യുന്നുണ്ട്. എന്താണ്? ഈ 4 points ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ലൈ ഓൺ എ സർക്കിൾ, വി കോൾ ഇറ്റ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഈ സൈക്ലിക് ചക്രീയ ചതുർഭുജം. ചക്രീയ ചതുർഭുജത്തിന്റെ എന്താണ് പ്രത്യേകത? എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ചക്രീയ ചതുർഭുജത്തിന്റെ എതിർശീർഷ കോണുകൾ അനുപൂരകങ്ങളാണ്. ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി. ആ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്കിത് ചെയ്യാം. ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ ഈക്വൽസ് 180. പി എത്ര? 3x. ആർ എത്ര? x. ഇപ്പൊ 3x പ്ലസ് x എത്ര? 4x. 180. x ഈക്വൽസ് 180 by 4. എത്ര വരും? 4 4 16 25. x is equal to 45. ഇതുപോലെ നമുക്ക് അടുത്ത രണ്ട് ആംഗിൾസും കണ്ടുപിടിച്ചൂടെ? ഇപ്പൊ എക്സ് 45 ആണെങ്കിൽ പി എത്ര? അവസാനം എക്സും വൈ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ആംഗിൾസ് എഴുതാം. ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ എസ് 180. ക്യൂ എത്ര? വൈ. വൈ പ്ലസ് 5y ഈക്വൽസ് 180. 6y ഈക്വൽസ് 180. വൈ എത്ര വരും? 180 by 6 ഈക്വൽസ് 30. എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഓരോന്നിലും കൊടുത്ത് ഓരോ ആംഗിൾസ് കണ്ടുപിടിക്കാം. പി എന്ന് പറയുന്നത് 3x. അപ്പൊ 3 × 45 എത്ര വരും?
135 ഡിഗ്രി. ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് y എത്ര? 30 ഡിഗ്രി. ആംഗിൾ ആർ എത്ര? എക്സ് എന്ന് പറയുന്നത് എത്ര? 45 ഡിഗ്രി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഏത് ആംഗിൾ മാത്രമേ ഉള്ളൂ? നമുക്ക് എസ് മാത്രമേ ഉള്ളൂ. ആംഗിൾ എസ് 5y 5 into 30 equals 150. അങ്ങനെ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടി. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. മൂന്നാമത്തെ ചോദ്യം. ABCD are points on the circle. AC and BD meet at each angle BEC 130, ECD 20. Find angle ABC. Find angle BAC, not ABC. Find angle BAC. ഇവിടെ നോക്കിക്കേ, ആംഗിൾ ECD equals 20 ഡിഗ്രി. ഈ ECD എന്ന് പറയുന്ന ആംഗിൾ അല്ലേ ACDയും. ദാറ്റ് ഈസ് ആംഗിൾ ACD equals 20 ഡിഗ്രി. ACD 20 ആയാൽ, അതായത് നോക്കിക്കേ, എന്താണ്, ABDയും 20 ആയിരിക്കും. ആംഗിൾസ് ഇൻ ദ സെയിം ആണ്. ഇവിടെ നമുക്ക് 20 എന്ന് കിട്ടി. ഇവിടെ നോക്കിക്കേ, ലീനിയർ പെയർ അല്ലേ, 130. ഇവിടെ എത്ര കിട്ടും? 50 എന്ന് കിട്ടും അല്ലേ. ആംഗിൾ AEB equals 180 minus 130 equal 50 ഡിഗ്രി. ലീനിയർ പെയർ പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ ട്രയാങ്കിൾ, ഇപ്പോൾ ഈ ആംഗിളല്ലേ കണ്ടുപിടിക്കുന്നത്, BAE എന്നും പറയുന്നതും BAC എന്ന് പറയുന്ന ഒരേ ആംഗിൾ തന്നെയാണ്. ആംഗിൾ BAE ഈക്വൽസ് 180 മൈനസ് 50 പ്ലസ് 20 എത്ര? 70. അപ്പോൾ 180 മൈനസ് 70 എത്ര കിട്ടും? 110 ഡിഗ്രി. ആംഗിൾ BAE എന്ന് പറയുന്നത് തന്നെയാണ് ആംഗിൾ BAC. ഓക്കെ, therefore we can write angle BAC equals 110 ഡിഗ്രി. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, ശ്രദ്ധിച്ച് ചെയ്താൽ മതി. നാലാമത്തെ ചോദ്യം. OABC is a parallelogram. Find the angles of parallelogram OABC. ഒരു ആംഗിളും തന്നിട്ടില്ല, പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടി മാത്രം നമുക്ക് അറിയാം. അപ്പോൾ ഏതെങ്കിലും ഒരു ആംഗിള് എക്സ് എടുക്കുക. ലെറ്റ് ആംഗിൾ AOC സെൻട്രൽ ആംഗിൾ തന്നെ ആയിരിക്കട്ടെ. എക്സ് ഇത് സൈക്ലിക് കോർഡിലാറ്ററാണോ? അല്ല. ഇതാണ്ടേ, ഇത് സർക്കിളിലല്ല, O സെന്ററിലാണ്. അപ്പൊ 3 പോയിന്റ്സ് എന്താണ്? സർക്കിളിലാണ്. സെന്ററിൽ O സർക്കിളിൽ അല്ലാത്തതുകൊണ്ട് സൈക്ലിക് കോർഡിലാറ്ററൽ അല്ല. പിന്നെ പാരലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ. ഇത് നോക്കി, എക്സ് ആണ്, ഇത് എന്തായിരിക്കും? എക്സ് ആയിരിക്കും അല്ലേ. ഇനി നമുക്കൊരു കൺസ്ട്രക്ഷൻ ചെയ്യാം. അപ്പൊ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി അനുസരിച്ച് ഇവിടെ എക്സ് ആണ്, എന്താ, എക്സിന്റെ പകുതി. അപ്പൊ ഇതിന്റെ എക്സിന്റെ പകുതിയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇത് 2x എന്ന് എടുത്താൽ പ്രശ്നം തീരത്തില്ലേ. ഇവിടെ 2x എന്ന് എടുക്കുന്നു. എക്സിന് പകരം എന്താ എടുക്കുന്നു? 2x എന്ന് എടുക്കും. അപ്പൊ ഇവിടെ എത്ര? 2x. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? അതിന്റെ പകുതി x എന്ന് വരും. ഇനി ഓപ്പോസിറ്റ് ആംഗിൾ, ഇപ്പൊ കോർഡിലാറ്ററൽ ആയില്ലേ, ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി. x plus 2x is equal to 180. 3x equals 180. Therefore x is equal to 180 by 3 equal 60 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ x 60 എന്ന് കിട്ടി. നോക്കിക്കേ, ഇവിടെ എത്ര? ഇനി നമ്മുടെ പാരലോഗ്രാം മാത്രം എടുത്തേ. OABC ഇത് 2x ആണ് എടുത്തല്ലേ. അപ്പൊ 2x ആകുമ്പോൾ എത്ര? 120. ഇത് എത്ര? 120. ഇത് അഡ്ജസ്റ്റന്റ് ആംഗിൾ സപ്ലിമെന്ററി. അപ്പൊ ഇവിടെ എത്ര കിട്ടും? 60. ഇവിടെ എത്ര കിട്ടും? 60. ഓക്കെ, എല്ലാ ആൻസറും ആയില്ലേ. ആംഗിൾ
A equals 180 minus 120 equals 60. If A is 60 degree, therefore angle C is equal to 60 degree. Then opposite angles equal. Therefore, എല്ലാ angles നമുക്ക് കിട്ടി എത്ര? A എത്ര? 60. Angle A equals 60. Angle C equals 60. B and O are 120 degrees. Okay. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.